നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കൊല്ലം നിലമേലിൽ വളരെ നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് നേരെ ഇപ്പോൾ തിരിച്ച് ഗവർണർ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങി വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ കൊല്ലം നിലമേൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിൽ നിന്നും റോഡിലിറങ്ങി പ്രവർത്തകരോടും പോലീസിനോടും കയർത്ത ഗവർണർ ഇപ്പോൾ റോഡിൽ ഇരുന്നുകൊണ്ട് തന്നെ പ്രതിഷേധം നടക്കുകയാണ്. ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ചിട്ടുണ്ട്. അവരെത്താതെ ഇതിലൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാതെ ഞാൻ ഇവിടെ നിന്നും പോകില്ല എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് ഗവർണർ ഇരിക്കുന്നത്. അദ്ദേഹം രാജ്ഭവനിൽ നിന്ന് രാവിലെ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള സദാനന്ദപുരത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പുറപ്പെട്ടതായിരുന്നു. ഇതിനിടയിലായിരുന്നു കൊല്ലം നിലമേലെത്തിയപ്പോൾ SFI പ്രതിഷേധം. വനിതാ പ്രവർത്തകരടക്കം 25ഓളം പ്രതിഷേധക്കാരായിരുന്നു റോഡിലുണ്ടായിരുന്നത്. മതിയായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും പോലീസ് ഇവരെ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്നുള്ള ഒരു പ്രതിഷേധമാണ് അല്ലെങ്കിൽ ഒരു വിമർശനമാണ് ഗവർണർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഉന്നയിക്കുന്നത്. നേരത്തെ കൂട്ടി ഇത്തരത്തിലുള്ള ആളുകൾ സാധാരണ SFI പ്രതിഷേധം പോലെ തന്നെ കരിങ്കൊടിയും അതുപോലെ തന്നെ ഗവർണർക്കെതിരെയുള്ള ബാനറുകളും ഉയർത്തിക്കൊണ്ടാണ് SFI പ്രതിഷേധത്തിനായി റോഡിന്റെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. പരമാവധി പോലീസുകാർ അവരെ തടയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഗവർണർ അതിനുള്ളിൽ തന്നെ അവരെ കാണുകയായിരുന്നു. ഉടൻ തന്നെ വാഹനം നിർത്തി ആ സ്ഥലത്തേക്ക് ഗവർണർ SFI പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് കുതിച്ചു പായുകയായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ചുറ്റും രാജ്ഭവനിലെ മറ്റ് ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും അവരെല്ലാം തള്ളി മാറ്റിക്കൊണ്ടായിരുന്നു ഗവർണർ പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നത്. അതേസമയം തന്നെ SFIക്കാർ അപ്പുറത്ത് നിന്നുകൊണ്ട് ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. അവരെ പോലീസ് പരമാവധി തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. സമയത്താണ് സമീപത്തുള്ള കൊല്ലം നിലമേൽ ഭാഗത്തുള്ള ഒരു കടയിൽ നിന്ന് അദ്ദേഹം ഒരു ചെയർ വാങ്ങി അവിടെ ഇരിക്കുകയാണ്. അതിനിടയിൽ അദ്ദേഹം ചായ കുടിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് ചായ കൊടുക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ചുറ്റും രാജ്ഭവനിലെ മറ്റു ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന്റെ ഗാർഡ്സും അതുപോലെ തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനായിട്ട് പോലീസ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ യാതൊരു തരത്തിലും അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്കില്ല. ഈ ഒരു പ്രതിഷേധക്കാർ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് പോലീസ് മതിയായ പ്രോട്ടോകോൾ തനിക്ക് തന്നില്ല, ഇത്തരത്തിലുള്ള കരിങ്കൊടി പ്രതിഷേധക്കാരെ എന്തുകൊണ്ട് നേരത്തെ കൂട്ടി അറസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരെ അദ്ദേഹം ശകാരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ നാടകീയമായ സംഭവങ്ങളാണ് നടക്കുന്നത്. അതിനിടയിൽ അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരോട് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയും എല്ലാം തന്നെ ഫോണിൽ വിളിക്കാനും മറ്റും ആവശ്യപ്പെടുന്നുണ്ട്. റൂറൽ SPയെ വിളിച്ച് അദ്ദേഹത്തിനോട് ഇതിൽ പ്രതികരണം ആരായാനും പറയുന്നുണ്ട്. എന്തായാലും എന്തുകൊണ്ട് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തില്ല മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്നുള്ള വിമർശനം അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പോലീസിന് നേരെ ദേഷ്യപ്പെടുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് തിരുവനന്തപുരത്തിലും സമാനമായ രീതിയിലൊരു നാടകീയ രംഗം അരങ്ങേറിയതും. ഇത്തരത്തിൽ അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് രാജ്ഭവനിലേക്ക് വരുന്ന വഴി SFIക്കാർ അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തതും വാഹനത്തിന്റെ ഗ്ലാസിൽ തട്ടിയപ്പോൾ അവിടെ വെച്ച് തന്നെ അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവർക്കെതിരെ പാഞ്ഞെടുക്കുന്ന ഒരു കാഴ്ചയും അതുപോലെ തന്നെ ബ്ലഡി ക്രിമിനൽസ് എന്നുള്ള രീതിയിൽ അവരെ വെച്ച് തന്നെ അവർക്കെതിരെ രൂക്ഷമായി തന്നെ അദ്ദേഹം പ്രതികരിച്ചതും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം വലിയ രീതിയിൽ അദ്ദേഹം സർക്കാരിനെതിരെയും അല്ലെങ്കിൽ SFI എന്ന സംഘടനയ്ക്കെതിരെയും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. തനിക്ക് മതിയായ രീതിയിൽ പോലീസ് പ്രൊട്ടക്ഷൻ നൽകുന്നില്ല, അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആളുകൾ അടുക്കുകയാണ് അല്ലെങ്കിൽ അവർ പ്രതിഷേധമായി തന്റെ അടുത്തേക്ക് വരികയായിരുന്നെന്നായിരുന്നു ഗവർണർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഗവർണർ പോകുന്ന വഴിയുടെ റൂട്ട് മാപ്പും മറ്റും വളരെ സ്വകാര്യമായി തന്നെ വളരെ സൂക്ഷിച്ചുകൊണ്ടായിരുന്നു പോലീസുകാർ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നത്. എന്നിരുന്നാലും വീണ്ടും ഒരു പാളിച്ചയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അടക്കം നമുക്കറിയാം, നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം വളരെ 1-2 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ചുരുക്കി തന്റെ പ്രതിഷേധം, സർക്കാരിനോടുള്ള ഇത്രയും നടന്നിട്ടുള്ള പ്രതിഷേധം അദ്ദേഹം മുഖത്ത് നോക്കി തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെയാണ് തൊട്ട ദിവസം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും റൂറൽ SP അടക്കം അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. എന്നിരുന്നാലും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തില്ല, അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് വരെ താൻ ഈ റോഡിൽ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വാശിയിൽ തന്നെയാണ് ഗവർണർ ഇരിക്കുന്നത്. വളരെ നാടകീയമായ സംഭവങ്ങളാണ് കൊല്ലം നിലമേലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.